ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ശ്രീ ക്രിയേഷൻ. ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് ചോളം റോസ്റ്റാണ്. അതിനായിട്ട് 2 ചോളമാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. നമുക്കിവിടെ തോലൊക്കെ ഒന്ന് നീക്കം ചെയ്തെടുക്കാം കേട്ടോ. നല്ല പച്ച കളറിലുള്ള നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ഈ ചോളത്തിന്. അല്ലെങ്കിൽ ലൈറ്റ് കളറിലായിട്ടുള്ള തോലുകളാണ് കിട്ടാറ്. ഇപ്രാവശ്യം ഞങ്ങൾ വാങ്ങിച്ചപ്പോൾ നല്ല പച്ച കളറിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ തോലൊക്കെ നമുക്ക് പൊളിച്ചെടുക്കാം. 2 ചോളം നമ്മൾ 2 രീതിയിലാണ് ചെയ്യുന്നത്. ഇതെല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന 2 രുചികളിലാണ് തയ്യാറാക്കുന്നത്. അപ്പം അതിനായിട്ട് നമുക്ക് ഈ 2 ചോളം നമ്മൾ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. കഴുകിയിട്ട് നമുക്കൊരു കുക്കറിൽ ഒരു 2-3 വിസിലൊക്കെ അടിച്ചിട്ട് നമ്മൾ നന്നായി വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ വേവിച്ച് വന്നതിന് ശേഷം അതിൻ്റെ കളറൊക്കെ വ്യത്യാസം നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഈ ചോളത്തിലോട്ട് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. ഇത് വേവിക്കാൻ വെക്കുമ്പോൾ ഇത് മുങ്ങുന്ന തരത്തിലുള്ള വെള്ളം ഒഴിക്കുക. അതിൽ 1/2 ടീസ്പൂൺ ഉപ്പിട്ടും കൂടി ചേർത്ത് കൊടുക്കുക. സാധാരണ നമ്മൾ ഈ പാത്രത്തിൽ വെറുതെ വെള്ളം ഒഴിച്ചിട്ടും തിളപ്പിച്ചിട്ട് വേവിച്ചെടുക്കാറുണ്ട്. ഇവിടെ കുക്കറിലാണ് ചെയ്യുന്നത്. ഞാൻ പൊതുവെ കുക്കറിലാണ് ഇത് വേവിച്ചെടുക്കാറ്. കുക്കറിൽ നമ്മൾ വേവിച്ചെടുക്കുന്ന സമയം കൊണ്ട് നമുക്ക് 2 കാര്യങ്ങൾ ചെയ്ത് വെക്കാനുണ്ട്. ആദ്യമായിട്ട് ഒരു ചെറുനാരങ്ങ എടുക്കുക, ഒരു പച്ചമുളക് എടുക്കുക. നമ്മുടെ മിക്സിയുടെ ചെറിയ ജാറുണ്ടല്ലോ, അതിലോട്ട് ഈ പച്ചമുളക് നന്നായിട്ടൊന്ന് അരിഞ്ഞിട്ട് കൊടുത്തിട്ട് നമുക്ക് അരച്ചെടുക്കണം. അരിഞ്ഞിട്ട് കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേഗം ഒന്ന് അരഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നമുക്കിനി ഇത് അരച്ച് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒരു പ്ലേറ്റിലോട്ട് ഇട്ട് കൊടുക്കാം. അരച്ചെടുത്തിട്ടുള്ള ഈ പച്ചമുളകിലോട്ട് നമുക്ക് ഒരു ചെറിയ സ്പൂൺ നെയ്യ് ചൂടാക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. നെയ്യ് ചൂടാക്കിയിട്ട് ചേർത്ത് കൊടുക്കുന്നത് അത് കട്ടിയായിട്ടിരിക്കുകയായിരുന്നു. പിന്നെ തന്നെയല്ല, ചൂടാക്കുമ്പോൾ ഒരു നല്ലൊരു മണമാണ് അതിന് കിട്ടുക. ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. ഒരു പിഞ്ച് കുരുമുളക് കൂടി ചേർത്ത് കൊടുക്കുക. ഇത് 2 ചോളത്തിലത്തെ ഒരു ചോളത്തിലേക്ക് വേണ്ടിയിട്ടുള്ള അരപ്പാണിത്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വയ്ക്കാം. ഒരു പച്ചമുളക് തന്നെയാണ് ഒരു ചോളത്തിലേക്ക് വേണ്ട കേട്ടോ. ഇനി 1/2 ടീസ്പൂൺ മുളക് പൊടി വേറെ എടുക്കുക. അതിലോട്ട് ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് വയ്ക്കുക. ഇത് നമുക്ക് വേറൊരു ചോളത്തിലേക്ക്, അപ്പോൾ ആകെ 2 ചോളമാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. 2 ചോളത്തിലേക്ക് സെപ്പറേറ്റ് നമ്മൾ തേച്ച് പിടിപ്പിക്കാനുള്ളതാണ് തയ്യാറാക്കിയിട്ടുള്ളത്. ഇനി ഒരു നാരങ്ങ എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ, ആ ഒരു നാരങ്ങ നമുക്ക് നടുമുറിച്ചിട്ട് അതിൽ കുരുവൊക്കെ നീക്കിയിട്ട് വയ്ക്കാം. ഞാൻ അപ്പോഴേക്കും നമ്മുടെ കുക്കറിൽ വേവിക്കാൻ വെച്ച ചോളം വിസിലൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്കതൊന്ന് എടുത്തിട്ട് തുറന്ന് നോക്കാം. അപ്പോൾ തുറന്ന് നോക്കുമ്പോൾ ഇപ്പോൾ നല്ല മഞ്ഞ കളറായിട്ട് ചോളം നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചോളത്തിൽ നമ്മൾ പൊതുവെ നേരത്തെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം അതിനനുസരിച്ചുള്ള ഉപ്പാണ് നമ്മൾ കരപ്പിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി നമുക്ക് ചൂട്ടോടെ തന്നെ ഈ ചോളത്തെ എടുത്തിട്ട് ഒരു പ്ലേറ്റിലോട്ട് മാറ്റി വയ്ക്കുക. ഇനി നമുക്ക് ഈ ചോളത്തിൻ്റെ താഴ്ഭാഗം ഉണ്ടല്ലോ, താഴ്ഭാഗത്ത് ഇപ്പോൾ നല്ല ചൂട്ടോടെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഈ താഴ്ഭാഗത്ത് നമുക്ക് പിടിക്കാനായിട്ട് എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇപ്പോൾ പപ്പട കമ്പി ഉണ്ടല്ലോ, ആ കമ്പി പോലത്തെ ഉറപ്പുള്ളത് എന്തെങ്കിലും വെച്ച് നന്നായിട്ടൊന്ന് ഉള്ളിലേക്ക് വെച്ച് കൊടുക്കുക. ഇത് നമുക്ക് ചുട്ടെടുക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യണത്. നമുക്ക് ഗ്യാസിലാണ് ഇത് ചെയ്യണത്. അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് മറിച്ചൊക്കെ എല്ലാ വശവും നമുക്ക് ചുട്ടെടുക്കണം. എല്ലാ വശവും ഒരുപോലെ തന്നെ ഇതുപോലെ ആക്കിയെടുക്കുക. ഒരു പ്ലേറ്റിലോട്ട് വെക്കുക കേട്ടോ. ഇനി നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള അരപ്പുണ്ടല്ലോ, അതിലെ ചെറുനാരങ്ങ അരമുറി പകുതി നന്നായിട്ട് പച്ചമുളകിൻ്റെ അരപ്പ് നന്നായിട്ട് തേച്ചിട്ട് ഇതിലോട്ട് തേച്ച് പിടിപ്പിക്കാം. എല്ലാ വശങ്ങളിലോട്ടും എത്തുന്ന രീതിയിൽ നമ്മൾ തേച്ച് പിടിപ്പിക്കാം കേട്ടോ. അപ്പോൾ ചൂട്ടോടെ തന്നെ ചെയ്യണം. ചൂട്ടോടെ തന്നെ ഇതാക്കിയിട്ട് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ്.
ഇതിൽ തന്നെ ഒരു പുളിരസവും എല്ലാം ഉണ്ട്, എരിവുണ്ട്, പുളിയുണ്ട്, എല്ലാം ചേർന്നിട്ടുള്ള പ്രത്യേക ടേസ്റ്റാണ് നമുക്ക് വരിക. നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ കഴിച്ച് കഴിഞ്ഞാൽ. അപ്പോൾ എല്ലാ സൈഡിലും നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക കേട്ടോ. ഇനി നമുക്ക് പച്ചമുളകൊക്കെ ചേർത്ത് വെച്ചിട്ടുള്ള ചെരുവുണ്ടല്ലോ, അത് ചുട്ട് വെച്ചിട്ടുള്ള ചോളത്തിലോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പം നന്നായിട്ട് എല്ലാ സൈഡിലും തേച്ച് പിടിപ്പിക്കുക, എല്ലാവിടെയും തേച്ച് പിടിപ്പിക്കുക കേട്ടോ. ഇത് ചൂട്ടോടെ തന്നെയാണ് കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ചൂട്ടോടെ നമ്മൾ കഴിക്കണമെങ്കിൽ വളരെ ടേസ്റ്റിയാണ്. അതിൻ്റെ ഒരു ചൂടും പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചേരുവകളുടെ ഇതും ഒക്കെ ചേർന്ന് കഴിഞ്ഞാൽ നല്ലൊരു സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇതേപോലെയൊക്കെ തന്നെ ചെയ്ത് കഴിക്കാം. അപ്പം എൻ്റെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ നെക്സ്റ്റ് പുതിയ വീഡിയോ ആയിട്ട് കാണുന്നവരെ ഓക്കെ, ബൈ, സീ യു.